ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിലുള്ള ചോദ്യങ്ങൾ വരാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ലേശാലിയർ പ്രിൻസിപ്പിൾ. അപ്പോൾ ലേശാലിയർ പ്രിൻസിപ്പിൾ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ് ലേശാലിയർ പ്രിൻസിപ്പിൾ എന്ന് എല്ലാവർക്കും അറിയാം. എന്താ ലേശാലിയർ പ്രിൻസിപ്പിൾ? അവർ പറയുന്ന കാര്യം എന്താ? അതായത് ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെന്ത് ചെയ്യുക, കോൺസെൻട്രേഷനോ ടെമ്പറേച്ചറോ പ്രഷറൊക്കെ ഞാൻ മാറ്റിയാൽ, ഞാൻ ചേഞ്ച് ചെയ്താൽ സിസ്റ്റം എന്ത് ചെയ്യാൻ നോക്കുന്ന അറിയോ? ഞാൻ എന്ത് ചേഞ്ചാണോ വരുത്തിയത് ആ ചേഞ്ചിനെ ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ എന്ത് ചെയ്യും, സിസ്റ്റം എന്ത് ചെയ്യും, ട്രൈ ചെയ്യും. അതാണ് ആക്ച്വലി എന്ത് പ്രിൻസിപ്പിൾ? ലേശാലിയർ പ്രിൻസിപ്പിൾ. നമ്മൾ എക്സാമ്പിളോട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറയാം. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ആരെ കുറിച്ച് പഠിക്കാം? കോൺസെൻട്രേഷനിൽ മാറ്റം, ഒരിക്കലും സിസ്റ്റം ഇക്വിലിബ്രിയത്തിലെത്തിയ സിസ്റ്റത്തിൽ കോൺസെൻട്രേഷനിൽ മാറ്റം വരുത്തിയാൽ സിസ്റ്റം എന്ത് ചെയ്യും, സിസ്റ്റം എങ്ങനെ അത് നള്ളിഫൈ ചെയ്യാൻ നോക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം പറയാം. ഒരു എക്സാമ്പിൾ എഫക്ട്, അത് ആദ്യത്തെ പോയിന്റ് എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആണ് പറയാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് റിയാക്ഷൻ ആണ്, ഇത് റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ ആണിത്. ഞാൻ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞു. ഇക്വിലിബ്രിയം എത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ? ഇയാളുടെ കോൺസെൻട്രേഷൻ കുറച്ച് കൂട്ടി. ആ സിസ്റ്റം എന്ത് ചെയ്യാനാണ് നോക്കുക? അതായത് ഇയാളുടെ കോൺസെൻട്രേഷൻ കൂടുക മീൻസ് റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കൂടിയെന്നല്ലേ. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യാൻ നോക്കും? റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കുറക്കാൻ നോക്കും. അതായത് ആ കൂട്ടുന്ന എഫക്റ്റ് നള്ളിഫൈ ചെയ്യൽ എങ്ങനെ ഒഴിവാക്കൽ എങ്ങനെ, അത് കുറച്ചിട്ട്. അപ്പം ഞാൻ ഇയാളുടെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ സിസ്റ്റം ഇയാളുടെ കോൺസെൻട്രേഷൻ കുറക്കാൻ നോക്കും. റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കുറക്കണം എന്നുണ്ടെങ്കിൽ എങ്ങോട്ട് റിയാക്ഷൻ നടക്കും? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എയോ കോൺസെൻട്രേഷൻ ഓഫ് ബിയോ നിങ്ങൾ ഇക്വിലിബ്രിയം സിസ്റ്റത്തിൽ എത്തിയതിന് ശേഷം നിങ്ങൾ ഇൻക്രീസ് ചെയ്താൽ അവർ എന്ത് ചെയ്യാൻ നോക്കും? റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കുറക്കാൻ നോക്കും. അതായത് എങ്ങോട്ട് റിയാക്ഷൻ നടക്കും? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് എയോ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ബിയോ നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ എങ്ങോട്ടാണ് റിയാക്ഷൻ നടക്കുക മക്കളെ? ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും എന്തെങ്കിലും നടക്കുക. ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ അതിന് പകരം കോൺസെൻട്രേഷൻ ഓഫ് സി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഡി നിങ്ങൾ ഇൻക്രീസ് ചെയ്താൽ, അതായത് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ സിസ്റ്റം പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറക്കാൻ നോക്കും. അതായത് എങ്ങോട്ട് റിയാക്ഷൻ നടന്നാൽ മതി? പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ് ആയിട്ട് മാറിയാൽ പോരെ. അതായത് എന്ത് നടന്നാൽ മതി? ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്നാൽ മതി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ അവിടെ റിയാക്റ്റൻസും പ്രൊഡക്റ്റും ഉണ്ടാവും. അത് ഞാൻ കുറച്ച് ഇയാൾ ഒഴിവാക്കി എന്ന് വിചാരിക്കും. അതായത് റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കുറച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ നോക്കും. അതായത് എങ്ങനെ റിയാക്റ്റൻസ് കൂടുക? പ്രൊഡക്റ്റ് എന്തായിട്ട് മാറിയാൽ മതി? റിയാക്റ്റൻ്റ് ആയിട്ട് മാറിയാൽ മതി. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തെങ്കിലും കൂടും. ഓക്കെ, അപ്പോൾ റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കുറച്ചാൽ എങ്ങോട്ടാണ് റിയാക്ഷൻ നടക്കുക? ബാക്ക്വേർഡ് റിയാക്ഷൻ. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ചാലോ അപ്പോൾ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ അങ്ങനെയും തിരിച്ചും മറിച്ചൊക്കെ എന്ത് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ആ കാര്യം എളുപ്പമാണ്, പെട്ടെന്ന് കൂളായിട്ട് കിട്ടും. കൺഫ്യൂഷൻ വരും, പ്രഷറിൽ ചിലപ്പം കൺഫ്യൂഷൻ വരും. നമുക്ക് ശ്രദ്ധിക്കണം, പ്രഷറിന്റെ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ മൂന്നാമത്തെ റിയാക്ഷൻ ആദ്യം നോക്കുക. ഇവിടെ പ്രഷറിന് യാതൊരു റോളും ഇല്ല എന്ന് പഠിച്ചു വെക്കുക. കാരണം എന്താണെന്നറിയോ? ഞാൻ പ്രഷർ കൂട്ടിയെന്ന് വിചാരിക്കും. ഇപ്പൊ സിസ്റ്റം എന്താക്കാനും നോക്കുക? പ്രഷർ കുറക്കാൻ നോക്കും. പ്രഷർ കുറക്കൽ എങ്ങനെയാണെന്ന് അറിയോ? എവിടെയാണോ ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾ കുറവുള്ളത് അങ്ങോട്ട് റിയാക്ഷൻ നടക്കും. അത്ര പഠിച്ചാൽ മതി. ഞാൻ പ്രഷർ കുറച്ചു എന്ന് വിചാരിക്കും. അപ്പൊ സിസ്റ്റം എന്താക്കാൻ നോക്കും? പ്രഷർ കൂട്ടാൻ നോക്കും. എങ്ങനെ സിസ്റ്റം എങ്ങനെ പ്രഷർ കൂട്ടുക എന്നറിയോ? എവിടെയാണോ ഗ്യാസിന്റെ നമ്പർ ഓഫ് മോള് കൂടുതലുള്ളത് അങ്ങോട്ട് റിയാക്ഷൻ നടക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് ചെയ്യാം. ഞാൻ ഇതാണ് റിയാക്ഷൻ എന്ന് വിചാരിക്കും. ഇതാണ് ഒന്നാമത്തെ റിയാക്ഷൻ എന്ന് വിചാരിക്കും. ഞാൻ ഇവിടെ പ്രഷർ കൂട്ടി എന്ന് വിചാരിക്കും. പ്രഷർ കൂട്ടി. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യാനാ നോക്കുക? പ്രഷർ കുറക്കാൻ നോക്കും. അങ്ങനെ തന്നെ പഠിക്കണം, അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. പ്രഷർ കുറക്കാൻ നോക്കും. പ്രഷർ എങ്ങനെ കുറക്കല്? എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് കുറവുള്ളത് അങ്ങോട്ട്. ഇവിടെ 3 ഗ്യാഷ്യസ് മോളില്ലേ, ഇവിടെ 2 ഗ്യാഷ്യസ് മോളല്ലേ ഉള്ളൂ. അപ്പൊ എവിടെ കുറവുള്ളത്? പ്രൊഡക്റ്റ് സൈഡിലല്ലേ. അപ്പൊ പ്രൊഡക്റ്റ് സൈഡിലോട്ട് റിയാക്ഷൻ നടക്കും. അതായത് എന്ത് റിയാക്ഷൻ നടക്കുക? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഞാൻ പ്രഷർ കുറച്ചു എന്ന് വിചാരിച്ചു. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യാനാ നോക്കുക? അതിനെ നള്ളിഫൈ ചെയ്യാൻ, അതായത് പ്രഷർ കൂട്ടാൻ നോക്കും. പ്രഷർ കുറച്ചത് നള്ളിഫൈ ചെയ്യൽ എങ്ങനെ? കൂട്ടിയിട്ടല്ലേ. അപ്പൊ പ്രഷർ കൂട്ടാൻ നോക്കും. പ്രഷർ എങ്ങനെ കൂട്ടല്? എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് കൂടുതലുള്ളത് അങ്ങോട്ട്. ഇവിടെ 2 ഉള്ളൂ, ഇവിടെ 3 ആളില്ലേ. അപ്പൊ ഇങ്ങോട്ട് റിയാക്റ്റൻ സൈഡിലോട്ട്, അതായത് എന്ത് റിയാക്ഷനാണ് നടക്കുക? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ഓക്കെ അല്ലേ? ഇനി ഈ കേസ് നോക്കിക്കേടാ. ഞാനിവിടെ പ്രഷർ കുറച്ചു എന്ന് വിചാരിച്ചു, പ്രഷർ കൂട്ടി എന്ന് വിചാരിച്ചു. ഇപ്പൊ സിസ്റ്റം പ്രഷർ കുറക്കാൻ നോക്കും. അപ്പൊ എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് കുറവുള്ളത് അങ്ങോട്ട്. ഇവിടെ 4 3
ഗ്യാഷ്യസ് മോൾ പ്രൊഡക്റ്റിലുണ്ട്. ഇവിടെ 3, 2 5 ഉള്ളൂ റിയാക്റ്റൻ സൈഡിൽ. അപ്പോൾ കുറവുള്ളടത്തേക്ക്, അതായത് റിയാക്റ്റൻ സൈഡിലോട്ട്, അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ഞാനിതിൽ പ്രഷർ കുറച്ചു. സിസ്റ്റം എന്താ നോക്കും? പ്രഷർ കൂട്ടാൻ നോക്കും. പ്രഷർ എങ്ങനെ കൂട്ടല്? എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് കൂടുതലുള്ളത് അങ്ങോട്ട്. പ്രഷർ കൂട്ടണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് കൂടുതലുള്ളത് അങ്ങോട്ട്. പ്രഷർ കുറക്കണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് കുറവുള്ളത് അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഷർ കൂട്ടാനാ നോക്കുന്നത്. അപ്പം എവിടെയാണ് നമ്പർ ഓഫ് മോൾ കൂടുതലുള്ളത്? ഈ സൈഡിലല്ലേ, പ്രൊഡക്റ്റ് സൈഡിലല്ലേ. പ്രൊഡക്റ്റ് സൈഡിലോട്ട് റിയാക്ഷൻ കൂടുതൽ ഫേവർ ചെയ്യും. അതായത് ഫോർവേഡ് റിയാക്ഷൻ ആണ് ഇവിടെ എന്ത് ചെയ്യുക? ഫേവർ ചെയ്യുക. ഈ റിയാക്ഷനിൽ റോളില്ല, പ്രഷറിന് റോളില്ല. എന്തുകൊണ്ട് റോളില്ലാത്ത പറഞ്ഞു? ഇവിടെ 1, ഇവിടെയും 1, ഇവിടെ 1, ഇവിടെ 1. അതായത് ഇവിടെ 2 ഗ്യാഷ്യസ് റിയാക്റ്റൻറ്റും ഇവിടെ 2 ഗ്യാഷ്യസ് പ്രൊഡക്റ്റും. അപ്പോൾ 2 സൈഡിലും ഒരേ നമ്പർ ഓഫ് ഗ്യാഷ്യസ് മോളാണെങ്കിൽ അവിടെ പ്രഷറിന് എന്തില്ല? റോളില്ല. നോ റോൾ ഫോർ പ്രഷർ ചേഞ്ച്. നോ റോൾ ഫോർ പ്രഷർ. ഓക്കെ, പ്രഷറിന്റെ ചേഞ്ചിൽ ഇവിടെ എന്തില്ല? റോളില്ല. അപ്പോൾ ആ കാര്യമാണ് പ്രഷറിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ഞാൻ അടുത്തിലോട്ട് പോകാം. ടെമ്പറേച്ചർ നോക്കാം. ടെമ്പറേച്ചറിൽ ഒറ്റ പോയിന്റ് പഠിക്കാം. ഒറ്റ പോയിന്റ്. ഏത് പോയിന്റാ? ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോതെർമിക്. എന്താ പഠിക്കണ്ടേ? ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് മാത്രം ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതി. പഠിച്ചല്ലോ, എല്ലാവരും പഠിച്ചല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ അർത്ഥം എന്താ? ഡെൽറ്റ എച്ച് നെഗറ്റീവ് മീൻസ് എന്താ? എക്സോതെർമിക് എന്നാ. അപ്പൊ ക്വസ്റ്റ്യൻ ഡെൽറ്റ എച്ച് ഈക്വൽ ടു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ് എന്നാണ്. ഇവിടെ തന്നിട്ടുള്ള സൈൻ ഫോർവേഡ് റിയാക്ഷൻ്റെതാണ് എന്ന് ഓർത്തു വെക്കുക. ഡെൽറ്റ എച്ച് നെഗറ്റീവ് മീൻസ് അതിന്റെ അർത്ഥം ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്. അപ്പൊ ബാക്ക്വേർഡ് എന്തായിരിക്കും? ഫോർവേഡ് എക്സ് ആണെങ്കിൽ ബാക്ക്വേർഡ് എന്തായിരിക്കും? എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. അത് ഞാൻ ആലോചിച്ച് പറഞ്ഞു. ഫോർവേഡ് റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ എന്ത് റിയാക്ഷനാ? എക്സോതെർമിക് ആണ്. എക്സോതെർമിക് റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ലോ ടെമ്പറേച്ചർ അല്ലേ ഫേവർ ചെയ്യുക. അതുകൊണ്ട് ഇവിടെ ടെമ്പറേച്ചർ കുറച്ചാൽ എന്തിനാ ഫേവർ? ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോതെർമിക് ആ ഫേവർ ചെയ്യുക. ഇവിടെ എക്സോതെർമിക് എന്ത് റിയാക്ഷനാ? കണ്ടാൽ അറിയില്ല. എക്സോതെർമിക് എന്ത് റിയാക്ഷനാ? ഫോർവേഡ് റിയാക്ഷനാ. ഡെൽറ്റ എച്ച് നെഗറ്റീവ് മീൻസ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോതെർമിക് എന്നാ. അപ്പോൾ എക്സോതെർമിക്, അപ്പോൾ ടെമ്പറേച്ചർ കുറച്ച് എക്സോതെർമിക് ഫേവർ ചെയ്യും. അതായത് ഇവിടെ എക്സോതെർമിക് എന്ത് റിയാക്ഷനാണ്? ഫോർവേഡ് റിയാക്ഷനാണ്. ഞാൻ അപ്പോൾ ടെമ്പറേച്ചർ ഞാൻ കൂട്ടി. എടാ, ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ എൻഡോനല്ലേ ഫേവർ ചെയ്യുക. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ആണ് എന്തിനെ ഫേവർ ചെയ്യുക? എൻഡോനെയാണ് ഫേവർ ചെയ്യുക. ഇവിടെ എൻഡോ എന്ത് റിയാക്ഷനാണ്? നോക്കിപ്പറ. എന്ത് റിയാക്ഷനാണ്? ബാക്ക്വേർഡ് റിയാക്ഷനാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഇവിടെ എന്ത് റിയാക്ഷനാണ് നടക്കുക? ബാക്ക്വേർഡ് റിയാക്ഷനാണ് നടക്കുക. ഇതേപോലെ നമുക്കിത് ചെയ്ത് നോക്കിയാലോ. ഡെൽറ്റ എച്ച് പോസിറ്റീവ് മീൻസ് അതിന്റെ അർത്ഥം എന്താ? പോസിറ്റീവ് മീൻസ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു പോസിറ്റീവ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? പറയൂ മക്കളെ, എന്താ? എൻഡോതെർമിക്ക. ഇത് ആരെ കുറിച്ചാ? ഫോർവേഡ് റിയാക്ഷനെ കുറിച്ചാ. ഇവിടെ തന്ന വാല്യൂ നിങ്ങൾ ഫോർവേഡ് റിയാക്ഷനിലോട്ടാ കൊടുക്കണ്ടേ. പോസിറ്റീവ് മീൻസ് എൻഡോ, അതായത് ഇവിടെ ഫോർവേഡ് ഇവിടെ എൻഡോതെർമിക് ആണ്. അപ്പൊ ബാക്ക്വേർഡ് എന്തായിരിക്കും? എക്സോതെർമിക് ആയിരിക്കും. ടെമ്പറേച്ചർ കുറച്ചു. പഠിച്ച പോയിന്റ് എന്താ? ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോ. ഇപ്പൊ ടെമ്പറേച്ചർ കുറക്കുക മീൻസ് ലോ ടെമ്പറേച്ചർ എന്തിനെ ഫേവർ ചെയ്യുക? എക്സോനെ ഫേവർ ചെയ്യുക. അതായത് ഇവിടെ എക്സോ എന്ത് റിയാക്ഷനാ? ബാക്ക്വേർഡ് അല്ലേ. അതായത് ഇവിടെ എന്ത് റിയാക്ഷനാ കൂടുതലായിട്ട് ഫേവർ ചെയ്യുക? ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇപ്പൊ ടെമ്പറേച്ചർ കൂട്ടിയാലോ? ഇവിടെ ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോ എന്ന് പറയുമ്പം ഹൈ ടെമ്പറേച്ചർ ഫേവേഴ്സ് എൻഡോ അല്ലേ. അപ്പൊ എൻഡോനെ ഫേവർ ചെയ്യും. എൻഡോ എന്ന് വെച്ചാൽ എന്താ? കണ്ടില്ലേടാ, ഫോർവേഡ് റിയാക്ഷൻ അല്ലേ എൻഡോ. അപ്പോൾ എന്ത് റിയാക്ഷൻ ഫേവർ ചെയ്യൂടെ? ഇവിടെ കൂടുതൽ ഫോർവേഡ് റിയാക്ഷൻ ആണ് എന്ത് ചെയ്യുക? ഫേവർ ചെയ്യുക. ആ പോയിന്റും പഠിച്ചല്ലോ. അപ്പോൾ കോൺസെൻട്രേഷൻ പഠിച്ചു, പ്രഷർ പഠിച്ചു, ടെമ്പറേച്ചർ പഠിച്ചു. ഇനി പഠിക്കേണ്ട കാര്യം ഇനേർട്ട് ഗ്യാസിന് ആഡ് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ തിയറിയിലോട്ട് ഞാൻ കിടക്കുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്താൽ പോരെ. നിങ്ങൾക്ക് ഈ ഒരു 10, 12, 15 മിനിറ്റിൻ്റെ വീഡിയോ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അതിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഞാൻ മാത്രം പറയാം. ക്വസ്റ്റ്യനിൽ പറയും കോൺസ്റ്റന്റ് വോളിയത്തിൽ ഇനേർട്ട് ഗ്യാസിന് ആഡ് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ദർ ഈസ് നോ എഫക്റ്റ് എന്നുള്ള പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. വേറൊന്നും പഠിക്കണ്ട. അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ കുറച്ച് ഇനേർട്ട് ഗ്യാസിന് ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ദർ ഈസ് നോ എഫക്റ്റ് എന്ന് പഠിക്കാം. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ പറയും കോൺസ്റ്റന്റ് പ്രഷറിൽ ഇനേർട്ട് ഗ്യാസിന് ആഡ് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റ പോയിന്റ് ബൈഹാർട്ട് ചെയ്യുക. എന്താ ബൈഹാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയോ? പ്രഷർ കുറയുന്ന പോലെ എന്ന് പഠിച്ചാൽ മതി. വേറെ ഒന്നും ആലോചിക്കാൻ പോകണ്ട. ഷോർട്ട് കട്ടാണ്. കോൺസ്റ്റന്റ് പ്രഷറിൽ ഇനേർട്ട് ഗ്യാസിന് ആഡ് ചെയ്തെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്ത പോലെ എന്ന് നിങ്ങൾ ആലോചിക്കുക? പ്രഷർ കുറയുന്ന പോലെ എന്ന് ആലോചിക്കുക.
പ്രഷർ കുറച്ച പോലെ എന്ന് ആലോചിക്കുക. അപ്പോൾ പ്രഷർ കുറച്ചാൽ, ഞാൻ വീണ്ടും വീണ്ടും പറയാം, പ്രഷർ കുറച്ചാൽ സിസ്റ്റം എന്താക്കാൻ നോക്കും? പ്രഷർ കൂട്ടാൻ നോക്കും. പ്രഷർ എങ്ങനെയാ കൂട്ടൽ? എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് കൂടുതലുള്ളത് അങ്ങോട്ട്. ഇവർ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ റിയാക്ഷൻ തരും, എന്നിട്ട് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ ഇനേർട്ട് ഗ്യാസിനെ ആഡ് ചെയ്തു എന്ന് പറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലോട്ട് എന്താ വരണ്ടേ? കോൺസ്റ്റന്റ് പ്രഷറിൽ ഇനേർട്ട് ഗ്യാസിനെ ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രഷർ കുറക്കുന്ന പോലെ എന്ന്. അപ്പോൾ സിസ്റ്റം എന്താക്കാൻ നോക്കും? പ്രഷർ കൂട്ടാൻ നോക്കും. സിസ്റ്റം പ്രഷർ കൂട്ടണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് നമ്പർ ഓഫ് മോൾ കൂടുതലുള്ളത് അങ്ങോട്ട് റിയാക്ഷൻ നടക്കും. ഇപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷനെ ഫേവർ ചെയ്യുമെന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കേസിൽ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ഇതിന്റെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ദ റിയാക്ഷൻ ഫേവേർഡ് അറ്റ് ലോ പ്രഷർ. പ്രഷർ കുറയുമ്പം റിയാക്ഷൻ ഫേവർ ചെയ്യുന്നത് ഏതാണ്? റിയാക്ഷൻ ഫേവർ ചെയ്യാൻ മീൻസ് അവർ ഏത് റിയാക്ഷനാണ് ഉദ്ദേശിച്ചത്? ഫോർവേഡ് റിയാക്ഷൻ ആട്ടോ. അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയണം. അങ്ങനെയൊന്നും പറയാണ്ട് റിയാക്ഷൻ ഫേവേർഡ് എന്ന് പറയുമ്പോൾ അത് ഫോർവേഡ് റിയാക്ഷൻ ആണെന്ന് മക്കൾ ആദ്യം നിങ്ങളെ മനസ്സിലോട്ട് വരണം. ഏത് റിയാക്ഷനാണ്? ഫോർവേഡ് റിയാക്ഷൻ ആണെന്ന് നിങ്ങളെ മനസ്സിലോട്ട് വരണം. അപ്പം ലോ പ്രഷറിൽ, അതായത് പ്രഷർ കുറക്കുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ മക്കളെ അവർ പ്രഷർ കുറച്ചതല്ലേ, പ്രഷർ കുറച്ചു. അപ്പോൾ സിസ്റ്റം എന്താക്കാൻ നോക്കും? പ്രഷർ കൂട്ടാൻ നോക്കും. പ്രഷർ കൂടണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ നമ്പർ ഓഫ് മോൾ കൂടുതലുള്ളത് അങ്ങോട്ട് റിയാക്ഷൻ നടക്കുന്നല്ലേ. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിൽ കൂടുതൽ നമ്പർ ഓഫ് മോളിൽ ഓപ്ഷൻ മാർക്ക് ചെയ്താൽ മതി. പ്രൊഡക്റ്റ് സൈഡിൽ നമ്പർ ഓഫ് മോൾ കൂടുതൽ ഓപ്ഷൻ പറഞ്ഞേ. ഇയാളല്ലടാ, നോക്കിക്കേ, ഇവിടെ ഒരു മോളേ ഉള്ളൂ റിയാക്ടൻസ് സൈഡിൽ. ഇവിടെ 1 ഗ്യാസ് ആയിരിക്കണം കേട്ടോ, സോളിഡ് ഒന്നും എടുക്കരുതേ, ഗ്യാസ് ആയിരിക്കണേ. ഇവിടെ എല്ലാം ഭാഗ്യത്തിന് ഗ്യാസാണ്. ഇവിടെ 2 ഗ്യാസ് ഉണ്ട്, ഇവിടെ 1 ഗ്യാസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പറയുക, പ്രൊഡക്റ്റ് സൈഡിലാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് കൂടുതലുള്ളത്. അപ്പോൾ പ്രഷർ കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടാണ് റിയാക്ഷൻ നടക്കുക. അതായത് റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യും. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? 2 മാർക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ലോ പ്രഷർ എന്ന് പറയുമ്പോൾ പ്രഷർ കുറച്ചു. അപ്പോൾ സിസ്റ്റം എന്താക്കാൻ നോക്കും? പ്രഷർ കൂട്ടാൻ നോക്കും. പ്രഷർ കൂട്ടണം എന്നുണ്ടെങ്കിൽ എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് കൂടുതലുള്ളത് അങ്ങോട്ട്. ഈ കേസിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് കൂടുതൽ പ്രൊഡക്റ്റ് സൈഡിലാണ്. അപ്പോൾ പ്രൊഡക്റ്റ് സൈഡിലോട്ടാണ് റിയാക്ഷൻ നടക്കുക, ഫോർവേഡ് റിയാക്ഷനാണ് നടക്കുക. അതാണ് റിയാക്ഷൻ ഫേവേർഡ് എന്ന് പറയുന്നത്. ഇവിടെ പ്രഷറിന് റോൾ ഉണ്ടോ? ഇല്ല. കാരണം എല്ലായിടത്തും എന്താ, ഇത് 1 ഇത് 1, ഇത് ടോട്ടൽ 2, ഇത് ടോട്ടൽ 2 അല്ലടാ, 1 1 2. ഇവിടെയും ടോട്ടൽ 2 ആണല്ലോ. അപ്പം ഗ്യാസിന്റെ നമ്പർ ഓഫ് മോളിൽ മാറ്റമില്ലാത്തത് കൊണ്ട് പ്രഷറിന് ഇവിടെ റോളില്ല. ഈ കേസിലോ ഇവിടെ അതേപോലെ ഉണ്ട് തന്നെ. ഇവിടെയും ടോട്ടൽ 2 ആണ്, ഇവിടെയും ടോട്ടൽ 2 ആണ്, അതുകൊണ്ട് റോളില്ല. ഇവിടെ നോക്കിക്കേടാ, ഇവിടെ ഈ സൈഡിലാണ് 4 ഉള്ളത്, ഈ സൈഡിൽ 2 ഉള്ളൂ. അപ്പോൾ ഇവിടെ റിയാക്റ്റൻസ് സൈഡിലാണ് കുറവ്. അപ്പോൾ പ്രഷർ കൂട്ടാൻ നോക്കുമെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് റിയാക്ഷൻ നടക്കുക. നമുക്ക് റിയാക്ഷൻ ഫേവേർഡ് എന്ന് പറയുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ 2 എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, റൈസ് ഓഫ് ടെമ്പറേച്ചർ ഷിഫ്റ്റ് ഇക്വിലിബ്രിയം ടുവാർഡ്സ് റൈറ്റ് എന്നാണ് പറയുന്നത്. ടെമ്പറേച്ചർ കൂട്ടുമ്പം റൈറ്റ് സൈഡിലോട്ട് റിയാക്ഷൻ നടക്കണം, അതായത് ഫോർവേഡ് റിയാക്ഷൻ നടക്കണം. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇത് എക്സോ എൻഡൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറയാണ്ട് തന്നെ നമുക്കത് അറിയാൻ പറ്റണം. ഇവിടെ ലിക്വിഡ് ഗ്യാസ് ആവുക, ഇവാപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താ? എനർജി അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഇത് എൻഡോതെർമിക്കാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഫോർവേഡ് റിയാക്ഷൻ എന്താണ്? ഫോർവേഡ് റിയാക്ഷനെ കുറിച്ച് മാത്രം എഴുതുന്നത് കേട്ടോ, എൻഡോതെർമിക് ആണ്. രണ്ടാമത്തെ നോക്കിക്കേ എടാ, സോളിഡ് വേപ്പർ ആവുക. സോളിഡ് ഒരു ഐസൊക്കെ വേപ്പർ ആവണം എന്നുണ്ടെങ്കിൽ എടാ എനർജി കിട്ടുകയല്ലേ വേണ്ടേ, എനർജി അബ്സോർബ് ചെയ്യല്ലേ വേണ്ടേ. അതുകൊണ്ട് അതും രണ്ടാമത്തെ റിയാക്ഷൻ്റെ ഫോർവേഡ് റിയാക്ഷനും എൻഡോ എന്ന് പറയാം. ഞാൻ ഫോർവേഡ് റിയാക്ഷനെ കുറിച്ച് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. ഇത് ലിക്വിഡ് തിരിച്ച് സോളിഡ് ലിക്വിഡ് ആവാന്ന് വെച്ചാൽ മെൽറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐസ് ഉരുകണം എന്നുണ്ടെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുക. ഇത് തിരിച്ചാ ലിക്വിഡ് സോളിഡ് ആവുന്നതാ. അപ്പം എൻഡോന്റെ ഓപ്പോസിറ്റ്, അപ്പം ഇതെന്തായിരിക്കും? എക്സോ ആയിരിക്കും. നമ്മളിവിടെ പറഞ്ഞില്ലേ, ഇത് എക്സോ ആണെങ്കിൽ ഇത് എൻഡോ ആണെങ്കിൽ തിരിച്ചെന്തായിരിക്കും? എക്സോ ആയിരിക്കും. അപ്പോൾ റിയാക്ഷൻ എ ടു ബി എൻഡോ ആണെങ്കിൽ ബി ടു എ എന്തായിരിക്കും? അതിന് തിരിച്ചായിരിക്കും. ആ കാര്യം പഠിക്കാം. ഈ ഗ്യാസ് ലിക്വിഡ് ആവും അല്ലേ? എടാ, ലിക്വിഡ് ഗ്യാസ് ആവുന്നത് നിങ്ങൾക്കറിയാം, ഇവാപ്പറേഷൻ എനർജി അബ്സോർബ് ചെയ്യുക, അത് എൻഡോയാ. അപ്പോൾ തിരിച്ച് ഗ്യാസ് ലിക്വിഡ് ആകുമ്പോഴോ എന്തായിരിക്കും? എക്സോതെർമിക് ആയിരിക്കും. അപ്പോൾ നാലാമത്തതും എന്താണ്? എക്സോതെർമിക് ആണ്. അവർ പറയുന്നത് എന്താ? റൈസ് ഓഫ് ടെമ്പറേച്ചർ ഷിഫ്റ്റ് ഇക്വിലിബ്രിയം ടുവാർഡ്സ് റൈറ്റ് സൈഡ്, അതായത് ഫോർവേഡ് റിയാക്ഷൻ. ഇതൊക്കെ ഫോർവേഡ് റിയാക്ഷൻ ആണേ. ഇതൊക്കെ ഫോർവേഡ് റിയാക്ഷൻ്റെ കാര്യം ഞാനിവിടെ എഴുതി വെച്ചത്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പം എപ്പോഴാണ് ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ആവുക എന്നാ ചോദ്യം. എടാ, ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോ, അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഫേവേഴ്സ് എൻഡോ. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പം എൻഡോതെർമിക് റിയാക്ഷൻ ഒക്കെ ഫേവർ ആകും, അതായത് ഫോർവേഡ് റിയാക്ഷൻ നടക്കും, അതായത് റൈറ്റ് സൈഡിലോട്ട് നടക്കും. അതുകൊണ്ട് 1 ഉം 2 ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഓപ്ഷൻ 3 എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യാം. 3 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ, വലിയ ക്വസ്റ്റ്യൻ ആണ്.
ചോദ്യം എന്താണെന്ന് വെച്ചാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് ഇഫ് ദി ടോട്ടൽ പ്രഷർ അറ്റ് വിച്ച് ഇക്വിലിബ്രിയം ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഈസ് ഇൻക്രീസ്ഡ് വിത്തൗട്ട് ചേഞ്ചിങ് ടെമ്പറേച്ചർ മാറ്റിയിട്ടില്ലെങ്കിൽ പ്രഷർ മാറ്റം വരുത്തിയാൽ ഇക്വിലിബ്രിയത്തിലുള്ള ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് ആ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മാറുന്നുണ്ടെങ്കിൽ പോലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറൂല കേട്ടോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ടെമ്പറേച്ചർ എന്നുള്ള പോയിന്റാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ടെമ്പറേച്ചർ എന്നാണ്. അപ്പോൾ കെ വിൽ റിമെയിൻ സെയിം തന്നെയാണ് കേട്ടോ. കാരണം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക, ആ ഒരു ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ടെമ്പറേച്ചർ മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിൽ റിമെയിൻ സെയിം ആണ്. ഓപ്ഷൻ 1 ആയിരിക്കും എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ലാസ്റ്റ് ഒറ്റൊരു പോയിന്റും കൂടി, കാറ്റലിസ്റ്റിന്റെ റോള് നിങ്ങൾ പഠിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് കട്ടായിട്ട് ജസ്റ്റ് 2-3 പോയിന്റ് പറയാം. കാറ്റലിസ്റ്റിന് ഒരിക്കലും നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനെ സ്പോണ്ടേനിയസ് ആക്കിയാനുള്ള കഴിവൊന്നുമില്ല. ടീച്ചേഴ്സ് ആർ പൊതുവെ കാറ്റലിസ്റ്റാണ്. പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു കുട്ടിയെ പഠിപ്പിച്ചെടുക്കാനൊന്നും പൊതുവെ ടീച്ചേഴ്സിന് പറ്റില്ല. പക്ഷെ പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടികളുടെ മാർക്കും കാര്യങ്ങളൊക്കെ കൂട്ടാൻ, അല്ലെ അവരെ നല്ലപോലെ പഠിപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റും? ടീച്ചേഴ്സിന് പറ്റും. അത് തന്നെ കാറ്റലിസ്റ്റ്. സ്വന്തമായിട്ട് നടക്കാത്ത റിയാക്ഷൻ നടത്തിയെടുക്കാനുള്ള കഴിവൊന്നും കാറ്റലിസ്റ്റിനില്ല. ആൾറെഡി നടക്കുന്ന റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാനൊക്കെ ആരെ കൊണ്ട് പറ്റും? കാറ്റലിസ്റ്റിന് പറ്റും. അതായത് അവരുടെ ΔG പോസിറ്റീവ് ഉള്ള ആളുടെ നെഗറ്റീവ് ആക്കാനുള്ള കഴിവൊന്നും ആർക്കില്ല? കാറ്റലിസ്റ്റിനില്ല. അതായത് വിൽ നോട്ട് അൾട്ടർ ΔG വാല്യൂ. നോൺ സ്പോണ്ടേനിയസ് ആക്കാൻ പറ്റൂല മീൻസ് ΔG വാല്യൂ അൾട്ടർ ചെയ്യാൻ പറ്റൂല എന്നാണ്. അടുത്തൊരു പോയിന്റും കൂടി ഉണ്ട്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും അൾട്ടർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഒരു കാറ്റലിസ്റ്റ് എന്താ ചെയ്യുക? ഫോർ എക്സാമ്പിൾ നിങ്ങൾ വീട്ടിൽ നിന്ന് സൈലത്തിലോട്ടും സൈലത്തിൽ നിന്ന് വീട്ടിലോട്ടും വരുന്നുണ്ടെന്ന് വിചാരിക്കും, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്ന് വിചാരിക്കും. നിങ്ങളുടെ ആ ഒരു ഇടയിലുള്ള റോഡ് നല്ല വൃത്തിയാക്കിയെന്ന് വിചാരിക്കും, റോഡ് നല്ല ക്ലീൻ ആക്കിയെന്ന് വിചാരിക്കും. അപ്പോൾ റോഡ് നല്ല ക്ലീൻ ആക്കുമ്പം സൈലത്തിൽ നിന്ന് വീട്ടിലോട്ട് പോകാനും അതേപോലെ വീട്ടിൽ നിന്ന് സൈലത്തിലോട്ട് വരാനും എളുപ്പമായില്ലേ? അതായത് ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും കൂടിയില്ലേ? അപ്പോൾ കാറ്റലിസ്റ്റ് ആകെ ചെയ്യുന്ന ഇത് റിയാക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന ഒരു ഗ്രാഫ് അതെന്ന് വിചാരിക്കും, എനർജി പ്രൊഫൈൽ ഡയഗ്രാം എന്ന് വിചാരിക്കും. അപ്പോൾ കാറ്റലിസ്റ്റ് ആണെങ്കിൽ എന്താ ചെയ്യാന്നറിയോ? ഈ ഒരു എനർജി ബാരിയർ കുറച്ചിട്ട് കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ ഈ എനർജി ബാരിയർ കുറയും. എനർജി ബാരിയർ കുറയുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മക്കളൊന്ന് പെട്ടെന്ന് പറയാം. ഇത് റിയാക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന ഗ്രാഫ്. ഇത് വിത്തൗട്ട് കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ എന്തെന്ന് അറിയോ? ഇതന്നെ കിട്ടുക, ഇങ്ങനെ തന്നെ കിട്ടുക. ആകെയുള്ള മാറ്റം എന്താണെന്ന് അറിയോ? ഇതിപ്പം റിയാക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ ഇത്രയും എനർജി ബാരിയർ വേണ്ടിയിരുന്നു. കാറ്റലിസ്റ്റ് ആഡ് ചെയ്തപ്പോഴോ ഇത്ര മതി. അപ്പോൾ ഈ ഒരു ഇതിന് പറയുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ ആക്ടിവേഷൻ എനർജി കുറക്കുന്ന പരിപാടിയാണ് ആര് ചെയ്യുക? കാറ്റലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ആക്ടിവേഷൻ എനർജി കുറയുമ്പോൾ ആക്ച്വലി റിയാക്റ്റൻസിന് പ്രൊഡക്റ്റ് ആയിട്ട് മാറാനും തിരിച്ച് പ്രൊഡക്റ്റിന് റിയാക്റ്റൻ്റ് ആയിട്ട് മാറാനുള്ള ആക്ടിവേഷൻ എനർജി പണ്ട് ഇത്രയായിരുന്നു. കാറ്റലിസ്റ്റ് ആഡ് ചെയ്തപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. റിയാക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ പണ്ട് ഇതായിരുന്നു, കാറ്റലിസ്റ്റ് ആഡ് ചെയ്തപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടാൾക്കും ഫേവർ ചെയ്യുന്നുണ്ട്. അതായത് റിയാക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറാനും പ്രൊഡക്റ്റിന് തിരിച്ച് റിയാക്റ്റൻ്റ് ആയിട്ട് മാറാനും ആരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? കാറ്റലിസ്റ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഒരേപോലെ അൾട്ടർ ചെയ്യുന്നത് കൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ എന്ത് ചെയ്യൂല? ചേഞ്ച് ചെയ്യൂല. അവരാകെ ചെയ്യുന്ന പരിപാടി എന്താ? ദേ അറ്റൈൻ ഇക്വിലിബ്രിയം എന്നുള്ള പോയിന്റിലോട്ട്, ആ ഇക്വിലിബ്രിയം എന്നുള്ള കോൺസ്റ്റന്റ് ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ കോൺസ്റ്റന്റ് വാല്യൂലോട്ട് പെട്ടെന്ന് എത്തിച്ചു തരും. കാറ്റലിസ്റ്റ് ഇല്ലെങ്കിൽ പതുക്കെ ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിലോട്ട് എത്തുള്ളൂ. പക്ഷെ കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന വാല്യൂ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പം ഇറ്റ് വിൽ നോട്ട് അൾട്ടർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ ബട്ട് ഇറ്റ് അറ്റൈൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ മോർ ഫാസ്റ്റർ. ആ പോയിന്റാണ് എന്ത് ചെയ്യേണ്ടത്? പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലേഷാൽ പ്രിൻസിപ്പിൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിക്കുകയാണെങ്കിൽ തന്നെ നീറ്റിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂളായിട്ട് ചെയ്യാൻ പറ്റും. നല്ലപോലെ പഠിക്കുക. ഇതിപ്പോൾ ഒരു കുട്ടി ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം പറയാം. നമുക്ക് ആ വീഡിയോ എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ ചെയ്യാം. നല്ലപോലെ പഠിക്കുക. കുറച്ച് സമയമേ ഉള്ളൂ. മാക്സിമം എഫേർട്ട് കൊടുക്കുക മക്കൾ. ടെൻസ്ഡ് ആവേണ്ട. ദിവസങ്ങളിൽ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പുതുതായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കണ്ട. പഠിച്ച കാര്യം വീണ്ടും റിവിഷൻ ചെയ്യുക. എക്സാം നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. എക്സാമിലൂടെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. പിന്നെ വരുത്തിയ മിസ്റ്റേക്സ് അടുത്ത എക്സാമിൽ ഒരിക്കലും വരുത്താണ്ടിരിക്കുക. നല്ല പ്രോപ്പറായിട്ട്, നല്ല ഹെൽത്തി ആയിട്ട്, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാക്സിമം ചെയ്യുക കേട്ടോ. നല്ലപോലെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വേറെ സെക്ഷനിൽ കാണാം.